നീ എന്നെ കെട്ടികളാണോ? കിടന്ന് ചിലക്കാതെ ഓടിപ്പോയിക്കോ. അത് ശരി, നിന്റെ കെട്ടികൾ വേറൊരു ബോക്സിന്റെ കൂടെ ഒളിച്ചോടി പോയതുപോലെ പോകാനാണോ? മിസ്റ്റർ പ്രഭു, നിങ്ങളുടെ പഴയ കോച്ച് മിസ്റ്റർ ദേവ്ഗത്തിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അനുഭവം ഒന്ന് പറയാമോ? പ്രത്യേകിച്ച് 1996-ൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിംഗിന് ശേഷം. മാഡം, അതൊരു ഓൾഡ് സ്റ്റോറി അല്ലേ? അന്ന് അയാൾ ചെയ്ത തെറ്റിന് അപ്പൊ തന്നെ സോറിയും ചോദിച്ചല്ലോ. ഞാനും അത് ക്ഷമിച്ചു. അത് വിട്ടേക്കോ. 100 കോടിക്ക് മുകളിൽ പോപ്പുലേഷനുള്ള ഈ രാജ്യത്ത് എന്തുകൊണ്ട് നമുക്കൊരു മെഡൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല? നിങ്ങൾക്കറിയാവല്ലോ, കഴിഞ്ഞ വർഷം നമ്മുടെ ടീം ഒരു ബ്രോൺസ് മെഡൽ നേടി. പൊളിറ്റിക്സ് ഒഴിവാക്കിയ ഓരോ ഏരിയയിലും ഓരോ ചാമ്പ്യനെ കണ്ടെത്താൻ. മിസ്റ്റർ പ്രഭു, നിങ്ങൾ മുൻചുണ്ടിക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഗേൾസിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയുണ്ട്? അതിന് ഞാൻ പെൺവാണി പോലെ മാന്യമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മാന്യമായിട്ട് മറുപടി പറയും. ആനമാര് നടക്കുന്നുണ്ടല്ലോ. മൂക്കുമുട്ട വെട്ടി വീഴുന്നതിനെ കൂടൊന്നും ഇവിടെ എന്താണ് കാണിക്കാത്ത? എന്താ കോച്ച്, ഗ്ലൗസ് വരട്ടെ? താൻ കയറി ഒന്ന് ബോക്സ് ചെയ്യ്. ശരി ശരി ശരി, സോറി, ക്യാരി ഓൺ സർ. ബോക്സ് ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്ക്. Unanimous points decision favor of red. Red is the winner. ഒരു വായ്ക്കുള്ളാത്ത ബോക്സ് റൈഡ് കളിച്ചിട്ട് നിന്ന് ജാട കാണിക്കാതെ പോടി. പോയാദ്യം ഈ കൊടവര കുറക്കി. പ്രഭു, റിംഗിൽ ഡിസിപ്ലിൻ തീരെയില്ല. എന്തിനെങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നൂടെ? താനൊക്കെ ഇങ്ങനെ വായിൽ വിരലിട്ട് ചപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസോസിയേഷനിൽ തോന്നിയ ദിവസം നടക്കുന്നത്. ഇടയ്ക്കൊക്കെ ആ വിരൽ മാറ്റുന്നത് നല്ലതാടോ. സാർ, കമ്മിറ്റി റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അർജന്റ് മീറ്റിംഗ് ആണത്രേ. നിന്റെ പേരിൽ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ സെക്ഷൽ ഹറാസ്മെന്റ് കംപ്ലൈന്റ്. ശരി, കാര്യം പറയും. കാര്യം വേറൊന്നുമല്ല, ഒരു എൻക്വയറി കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അവരുടെ റിപ്പോർട്ട് വരുന്നത് വരെ നിന്നെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ സ്വപ്നമൊക്കെ നന്നായിട്ടുണ്ട്. ഇനി വിഷയത്തിലേക്ക് വാ. എന്താ അഹങ്കാരം അയാൾക്ക്? ബിയർ അടിച്ചോണ്ടാ മീറ്റിംഗിൽ. ഞാൻ വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോൾ മീറ്റിംഗ് വെക്കാൻ തന്നോട് ആരാ പറഞ്ഞു? ചുമ്മാ ഇരടോ. സമയമില്ല, വേഗം കാര്യം പറ. അവർ ഗേൾസ് ആർ ഫീലിംഗ് അൺസേഫ്. നിന്റെ ഫ്ലാറ്റിൽ ആരൊക്കെയോ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ വരുന്നുണ്ടെന്നോ പോകുന്നുണ്ടെന്നൊക്കെയാണ് കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. എന്റെ റൂമിൽ ഞാൻ എന്ത് ചെയ്താലും തനിക്കൊക്കെ എന്താ കടി? എന്റെ ഭാര്യ ഒരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി. കാര്യം ഞാനൊരു പോക്കണങ്ങളുടെ ബോക്സറാണ്. നിന്റെയൊക്കെ പൊളിറ്റിക്സ് കാരണം. അപ്പൊ എനിക്ക് ആരുടെ കൂടെ വേണേ പോവാം. നിന്റെ ഭാര്യ അവന്റെ ഭാര്യ. പക്ഷെ എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ വൃത്തികേട് കാണിക്കാറില്ല. നിന്നെ പോലെ പാന്റ് അഴിച്ചിട്ട് റൂമിനകത്ത് ബോക്സിംഗ് ടീമിനെ സെലക്ട് ചെയ്യുന്നവനല്ല ഞാൻ. റിങ്ങിനകത്ത് അവരുടെ ടാലന്റ് കണ്ട് സെലക്ട് ചെയ്യുന്നവനാ. ഞാൻ ചോദിക്കേണ്ടത് നിങ്ങൾ എന്നോട് ചോദിക്കണം അല്ലേ? ഈ കംപ്ലൈന്റ് ഒക്കെ നിങ്ങളുടെ പേരിൽ വേണ്ട. 4 വായ നോക്കിയുള്ള കമ്മിറ്റി